USS ട്രെയിനിങ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈൻഡ് ഔട്ട് ദി ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് ഫോം വിത്ത് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി മൂലം മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കാന്തിക മണ്ഡലം രൂപപ്പെടാത്ത ഒരു ഉപകരണം ഏത്? താഴെ കുറച്ച് ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. മിക്സി, ഫിലമെൻറ്റ് ബൾബ്, ഇൻഡക്ഷൻ കുക്കർ, ജനറേറ്റർ. ഈ ഉപകരണങ്ങളിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ കാന്തിക മണ്ഡലം ഉണ്ടാകാത്തത് ഇതിലാണ്. മിക്സിയിൽ ഉണ്ടാകുന്നുണ്ട്, ഇൻഡക്ഷൻ കുക്കറിൽ ഉണ്ടാകുന്നുണ്ട്, ജനറേറ്ററിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉപകരണം തന്നിരിക്കുന്നതിലുള്ള ഒരു ഉപകരണം ഫിലമെൻറ്റ് ബൾബാണ്. When hydrochloric acid react with which one of the following, hydrogen released. താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന വസ്തുക്കളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നത് ഏത് വസ്തുവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്? അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്? ആസിഡും മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കോപ്പറാണ് ശരിയായ ഉത്തരം. കാൽസ്യം കാർബണേറ്റ് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ്. ഏതിൻ്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം കാർബണേറ്റ്? താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലൈംസ്റ്റോൺ, ക്യുക്ക് ലൈം, സ്ലേക്കർ ലൈം, ലൈം വാട്ടർ. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ലൈംസ്റ്റോണിൻ്റെ കെമിക്കൽ നെയിമാണ്. ലൈംസ്റ്റോണിൻ്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം കാർബണേറ്റ്. നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷനുകളുടെയും കെമിക്കൽ നെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. കെമിക്കൽ നെയിം ഓഫ് ക്യുക്ക് ലൈം, ഓക്സോ കാൽസ്യം. കെമിക്കൽ നെയിം ഓഫ് സ്ലേക്കർ ലൈം ആൻഡ് ലൈം വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് പാസ്കൽ. മർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ. ഇൻ കാലിഡോസ്കോപ്പ് ദ മിറർ യൂസ്ഡ് ഈസ് പ്ലെയിൻ മിറർ. കാലിഡോസ്കോപ്പ് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം. USS സ്കോളർഷിപ്പിന് വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചേഴ്സ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കൃഷിയിൽ ZBNF മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? സുഭാഷ് പലേക്കർ. വിച്ച് ഈസ് നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൽക്കലി. ആൽക്കലിയുടെ സ്വഭാവ സവിശേഷതയോട് യോജിക്കാത്തത് ഏതാണ്? അല്ലെങ്കിൽ ആൽക്കലിയുടെ സ്വഭാവ സവിശേഷതയോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ആൽക്കലിയുടെ സ്വഭാവത്തോട് യോജിക്കാത്തത്? ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കും. സ്ലിപ്പറി ഇൻ നേച്ചർ, വഴുവഴുപ്പുണ്ട്. ദേ ആർ ഓക്സൈഡ്സ് ഓർ ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽ. മെറ്റലിൻ്റെ ഓക്സൈഡ്സ് ഹൈഡ്രോക്സൈഡ് ആണ്. ഹൈഡ്രജൻ ഈസ് എ കോമൺ ഫാക്ടർ. ആൽക്കലിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ആൽക്കലിയുടെ സ്വഭാവ സവിശേഷതയോട് യോജിക്കാത്ത സ്റ്റേറ്റ്മെൻ്റ് ഏതാണ്? വരുന്നത് ഡി ആണ്. ഹൈഡ്രജൻ ഈസ് എ കോമൺ ഫാക്ടർ. Lactic acid causing tooth decay in mouth is formed by the process of fermentation. പല്ലിനെ കേടാക്കുന്ന ലാക്റ്റിക് ആസിഡ് ഏത് പ്രക്രിയയിലൂടെയാണ് ഉണ്ടാകുന്നത്? ഫെർമെൻറ്റേഷൻ. എ വൈറസ് ഇൻഫെക്ഷൻ അഫക്റ്റിംഗ് സലൈവറി ഗ്ലാൻഡ്. എ വൈറസ് ഇൻഫെക്ഷൻ അഫക്റ്റിംഗ് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിൽ വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന അസുഖം, രോഗം ഏതാണ്? മംസ്. ദ സ്വീഡിഷ് സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഗ്രേറ്റ തൻബർഗ്. ദ സ്വീഡിഷ് സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഗ്രേറ്റ തൻബർഗ്. കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പ്രതിഷേധിച്ച സ്വീഡിഷ് വിദ്യാർത്ഥി ഏത്? ഗ്രേറ്റ തൻബർഗ്. The chemical used to remove organic impurities from the wound. മുറിവിലെ അഴുക്കുകൾ മാറ്റാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽ രാസവസ്തു ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇത് എഴുതിയെടുത്ത് നന്നായി വായിച്ച് പഠിക്കുക. ഇതോടുകൂടി ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.